ഒരു വിഷയം കൂടി, തിരുവമ്പാടിയിലെ KSEBയുടെ ചില ചെയ്തികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ KSEB ഓഫീസിന് നേർക്ക് എന്തെങ്കിലും അതിക്രമം ഉണ്ടായിട്ടുണ്ടോ? അതിനെ ഞങ്ങൾ നീതീകരിക്കുന്നില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ, അന്വേഷിക്കട്ടെ, ഏറ്റവും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യട്ടെ. എന്നാൽ എന്നുതൊട്ടാണ് ഈ KSEB എന്ന് പറയുന്നത് ഒരു സമാന്തര ലോ ആൻഡ് ഓർഡർ ഏജൻസിയായിട്ട് മാറിയത്? എന്ത് അവകാശമാണ് ഈ KSEBക്ക് ലോ ആൻഡ് ഓർഡർ വിഷയത്തിനകത്ത് അഭിപ്രായം പറയാനായിട്ടുള്ളത്? ഇവരാരാണ്? വൈദ്യുതി ചാർജ് അടച്ചതിന് ശേഷവും ഫീസ് ഊരാൻ ഇവരാരാണ്? അങ്ങനെയൊക്കെ KSEB ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയുടെ സൗകര്യത്തോടു കൂടിയിട്ട് ഫ്യൂസ് ഊരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പൊതുസമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഞങ്ങളും ഫ്യൂസ് ഊരിലങ്ങ് തുടങ്ങും. ഭീഷണിപ്പെടുത്തുകയല്ല, ഗതികേട് കൊണ്ട് പറയുകയാണ്. ഒന്ന്, KSEB നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ ഒരു വശത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ റാഫി, ഞങ്ങളുടെ കുന്നമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനാണ് റാഫിയുടെ സഹോദരൻ റിജാസ് ഈ KSEBയുടെ അനാസ്ഥ മൂലം ഷോക്കേറ്റ് കൊല്ലപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തവരാണ്, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ. അവിടെ വൈദ്യുതി ലൈനിന് തകരാറ് സംഭവിച്ച് ഷോക്ക് ഉണ്ടാകുന്നുണ്ട്, 4ഓളം ആളുകൾക്ക് ഷോക്ക് അടിച്ചു എന്ന പരാതി നാട്ടുകാർ KSEBയോട് പറഞ്ഞിട്ടും KSEBയുടെ ഈ ജാഗ്രതയും വ്യഗ്രതയും ധൃതിയും ഒന്നും അവിടെ കണ്ടില്ലല്ലോ. അത് കാരണം ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇപ്പോൾ KSEBക്ക് അങ്ങ് സൂപ്പർ ആക്റ്റീവായി ആക്ട് ചെയ്യാൻ ഇപ്പോൾ KSEBക്ക് അറിയാലോ. എത്രയോ വൻകിട മുതലാളിമാരുടെ സ്ഥാപനങ്ങളിൽ വൈദ്യുതി കുടിശ്ശികയുണ്ട്, KSEBക്ക് അവരുടെ ഫ്യൂസ് ഊരണ്ടല്ലോ. എത്രയോ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭീമമായ തുക KSEBക്ക് കൊടുക്കാനുണ്ട്, അവരുടെ ഫ്യൂസ് ഊരണ്ടല്ലോ. ഇപ്പം ബൈ ചാൻസ് KSEB ബില്ല് അടയ്ക്കാനൊന്നും വൈകിയെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ നമ്മളെല്ലാ ബില്ലുകളും കൃത്യമായി റിമൈൻഡർ ഡേറ്റ് ഇട്ടിട്ട് ഓർത്ത് വയ്ക്കുന്ന ആളുകളാണോ? അല്ലല്ലോ. ഇപ്പം നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാൻ മറന്നു പോകുന്ന ആളുകളല്ലേ നമ്മൾ ആ ഡേറ്റിൽ. അപ്പോൾ അതിനുശേഷം എന്താണ്, മൊബൈൽ കട്ടാകുമ്പോൾ റീചാർജ് ചെയ്യുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് മൊബൈൽ ഏജൻസി പറയുക, എന്നാൽ നിങ്ങളെ ഞങ്ങളത് ശരിപ്പെടുത്തി കളയെന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് ഓരോ ടെലികോം അതോറിറ്റികൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? എന്നിട്ട് അതിനെ മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി ഒരു നാണവുമില്ലാതെ ന്യായീകരിക്കുക. മന്ത്രി പറയും ഇനിയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹം എങ്ങാനും KSRTC മന്ത്രിയായിരുന്നെങ്കിൽ, ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നെങ്കിൽ ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ആളുകളെ വണ്ടി കയറ്റി കൊല്ലാൻ ഇയാൾ ഉത്തരവിടുവോ? ഇനിയും KSEB ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇവരുടെ വാദം. ഇനി ആ വാദത്തെ അതേപടി തന്നെ ഞാൻ വാദത്തിനെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിയമസഭ തല്ലിപ്പൊളിച്ച് 2 ലക്ഷം രൂപ കോടതി നഷ്ടപരിഹാര തുക ഈടാക്കണമെന്ന് പറയുന്ന ശിവൻകുട്ടി, ആ ശിവൻകുട്ടിക്ക് എന്ത് ആക്ഷനാണ് ഇവരൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ രീതി, കൃഷ്ണൻകുട്ടിയുടെ രീതിയാണ് എല്ലാവരും അവലംബിക്കുന്നതെങ്കിൽ സ്പീക്കർ എന്താ ശിവൻകുട്ടി എഴുന്നേപ്പിച്ചു നിർത്തൂ നിയമസഭയ്ക്കകത്ത്? അപ്പൊ അതുകൊണ്ട് ഈ തോന്നിവാസങ്ങളെല്ലാം കാണിക്കുകയും, അതുകൂടാതെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു, തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു, അതിനകത്തൊന്നും ഒരു കോമ്പൻസേഷൻ നടപടികളിലേക്ക് പോലും ബോർഡ് പോകുന്നില്ല. ആ സമയത്ത് ഇമാതിരി തോന്നിവാസം കാണിക്കാനാണ് മന്ത്രിയുടെ ഒത്താശയോട് കൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങളും പലയിടത്തും ഫ്യൂസ് ഊരുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഭീഷണിയല്ല, ഈ നാടിന്റെ ഗതികേടാണ്. ഇപ്പം വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട ആളുകൾ ആശങ്ക പറയുന്നു. അപ്പം നിങ്ങളുടെ എല്ലാം വീട്ടിൽ ചോദിച്ചാൽ മതി, നമുക്കൊക്കെ താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ബില്ലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ളത്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് KSEB ഈ ലൈനിൽ നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഷോക്ക് ട്രീറ്റ്മെന്റുമായിട്ടൊന്നും ഇറങ്ങണ്ട. അങ്ങനെയാണെങ്കിൽ ജനങ്ങളും തിരിച്ച് ഷോക്ക് അടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും.